സർക്കാർ സ്വാശ്രയ സ്ഥാപനമായ സിമറ്റിൽ ആരോപണ വിധേയരായവരെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും നിയമിക്കാൻ നീക്കം. സിമറ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതരെയാണ് നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും അവയെല്ലാം അവഗണിച്ച് വീണ്ടും നിയമിക്കാൻ നീക്കം നടത്തുന്നത്. നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സ് തുടങ്ങിയ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി സർക്കാർ സ്ഥാപിച്ച സ്വാശ്രയ സ്ഥാപനമായ സിമറ്റിലാണ് ആരോപണ വിധേയരായ ഉന്നത ഉദ്യോഗസ്ഥരെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും നിയമിക്കാൻ നീക്കം നടക്കുന്നത്. ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ പിന്തുണയോടെയാണ് കോടികൾ മറയുന്ന സിമറ്റിൽ അനധികൃത നിയമനത്തിനുള്ള നീക്കം. സിമറ്റ് ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയവരുടെ കരാർ കാലാവധി നവംബർ 30 പൂർത്തിയായിരുന്നു. ഇതിനു പുറമെ ഡെപ്യൂട്ടി ഡയറക്ടർ, രജിസ്ട്രാർ എന്നിവരുടെ കാലാവധിയും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു. സിമറ്റിലെ വിവിധ കോളേജുകളിലും മുഖ്യ ഓഫീസിലും ധനകാര്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇതിനു പുറമെ സിമറ്റിന്റെ ബൈലോയിൽ വ്യക്തമാക്കിയിട്ടുള്ള യോഗ്യതയുള്ളവരെയല്ല ഉദ്യോഗസ്ഥരായി നിയമിച്ചിട്ടുള്ളതെന്നും കണ്ടെത്തിയിരുന്നു. ഇതോടൊപ്പം സിമറ്റിലെ അനധികൃത നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇവയെല്ലാം അവഗണിച്ചാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാൻ നീക്കം നടക്കുന്നത്. ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടുകളിലെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ സർവീസിലുള്ളവരെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് പരിഗണിക്കാനും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, പാലക്കാട്.